ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ക്രിസ്മസ് ദിവസം. ഓരോ പള്ളികളിലും പാതിരാ കുർബാനയ്ക്ക് ശേഷം ഉണ്ണിയെ പുൽക്കൂട്ടിലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി ചൊല്ലിക്കൂട്ടിയ എല്ലാ ജപങ്ങളും, എല്ലാ സുഹൃജപങ്ങളും നമ്മൾ ഈ ഉണ്ണിയുടെ പാദത്തിങ്കൽ കാഴ്ചവെക്കുകയാണ് പരിശുദ്ധ അമ്മ വഴിയായിട്ട്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ക്രിസ്മസ് ദിനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അമേരിക്കയിലെ സൊണ്ടാഗിലെ മരിയ സിമ്മ എന്ന് പറയുന്ന മകൾ ശുദ്ധീകരാത്മാക്കളെ നേരിട്ട് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന മരിയ സിമ്മയോട് ശുദ്ധീകരാത്മാക്കൾ വന്നു പറഞ്ഞ കാര്യമാണിത്. ഏറ്റവും അധികം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് പോകുന്നത് ക്രിസ്മസ് ദിനത്തിലാണെന്ന്. നമുക്കും ചിന്തിച്ചാൽ അറിയാമല്ലോ, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗവാതിൽ തുറന്നു തരാൻ, ബലിയായി തീരാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ അവതരിക്കുന്നത്. ആ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മ ക്രിസ്മസ് ദിനമായി നാം ആചരിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ക്രിസ്തുമസ്. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇതിനെ വേണമെങ്കിൽ കരുണയുടെ ദിനമെന്ന് പറയാം. കാരണം പാപം ചെയ്ത് തന്നിൽ നകന്നു പോയ മനുഷ്യരോട് വീണ്ടും കരുണ കാണിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ഈ കിടക്കുന്നത്, പുൽക്കൂട്ടിലെ ഉണ്ണീശോ. മരിച്ചുപോയ മക്കൾക്കും ഇത് കരുണയുടെ ദിനമാണ്. അവർ ആഹ്ലാദത്തോടെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണത്രേ ക്രിസ്തുമസ്. മരിയ സിമ്മയോട് ശുദ്ധീകരാത്മാക്കൾ വന്ന് പറഞ്ഞതാണ്, ക്രിസ്തുമസ് ദിനത്തിൽ ഏറെ ആത്മാക്കൾ അവരുടെ പരിഹാരകടം തീർന്നവർ പെട്ടെന്ന് കുറച്ച് പരിഹാരമേ ഉള്ളൂവെങ്കിൽ അത് ഈ ക്രിസ്മസ് ദിനത്തിൽ തീർത്ത് അവർ ദൈവസന്നിധിയിലേക്ക് എത്തുമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്കതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ധാരാളം ജെർത്രൂദിൻ്റെ പ്രാർത്ഥന ഇന്നേ ദിവസം ചൊല്ലി ഇന്ന് രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഒരു ചെറിയ ക്രിസ്മസ് ആഘോഷമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കരളിലെ ചോരയാൽ പാലിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനേ, കരളിലെ ചോരയാൽ പാലിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കനിവിൻ കടലേ, അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ, അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുൻപിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നിൻ മുൻപിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. താലപ്പൊലിയേകാൻ തമ്പുരു മീട്ടിവാൻ താരാട്ടു
ഒലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുണർത്തിടുവാൻ താരാഗണങ്ങളാൽ ആകയാകുന്ന വാരാരോപികൾ ഗായകശ്രേഷ്ഠ വാരാരോപികൾ ഗായകശ്രേഷ്ഠ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനെ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ഉള്ളിൽ തിരതല്ലും മോദത്തോടെന്നും താരാകെ പ്രേക്ഷകർ നിരനിരയായി ഉള്ളിൽ തിരതല്ലും മോദത്തോടെന്നും താരാകെ പ്രേക്ഷകർ നിരനിരയായി നാദാനിനാദനായി വാഴുമെൻ ഈശനായി ഉണർവോടേകുന്നേ ഉൾത്തടം ഞാൻ ഉണർവോടേകുന്നേ ഉൾത്തടം ഞാൻ ചെയ്തരാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ, ലലലാ, ലലലലലാ, ലലാ, ആഹാ, 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 പ്രിയ കൂട്ടുകാരെ, ക്രിസ്മസ് ദിനത്തിൽ കേക്ക് മുറിക്കുമ്പോഴും നമ്മൾ സന്തോഷം പങ്കിടുമ്പോഴും മറക്കാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നേ ദിവസം ശുദ്ധീകരാത്മാക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ സൽപ്രവൃത്തികളും രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന ശുദ്ധീകരാത്മാക്കൾക്ക് ഇന്ന് വേഗം രക്ഷ കിട്ടാൻ വേണ്ടി കാഴ്ചവെക്കുക. ക്രിസ്മസ് ദിനത്തിലാണ് ഏറിയ പങ്കും ആത്മാക്കൾ മോചിതരാകുന്നത് എന്ന് മരിയസിമ്മയോട് ശുദ്ധീകരാത്മാക്കൾ പറഞ്ഞുവല്ലോ. അത് എത്രമാത്രം പരിഹാരങ്ങൾ ചെയ്തു, നമ്മൾ എത്രമാത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് ഇത് നിറവേറ്റപ്പെടുക. അതുകൊണ്ട് ഇന്നേ ദിവസം ഈശോയുടെ മനുഷ്യാവതാരം ഓർത്തുകൊണ്ട് അത് കാഴ്ചവെച്ചുകൊണ്ട് ഈശോയെ പരിഹാരം കഴിഞ്ഞ് നിന്നെ കാണാൻ കാത്തിരിക്കുന്ന ശുദ്ധീകരാത്മാക്കൾക്ക് എത്രയും വേഗം നിന്നെ കാണാനുള്ള വരം കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. ചെറിയ ചെറിയ പരിഹാരങ്ങൾ ആവശ്യമായിട്ട് കിടക്കുന്ന ശുദ്ധീകരാത്മാക്കളുണ്ടാകും. അവർ കാത്തിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക്, ഈശോയെ കാണാവുന്ന ആ സ്ഥലത്തേക്ക് എത്തുക എന്ന്. ഉദാഹരണത്തിന് മരിയസിമ്മ ഒരു അനുഭവം പറഞ്ഞത് നമുക്കിവിടെ പങ്കുവയ്ക്കാം. 11 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ആത്മാവ് മരിയസിമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്തിനാണ് അവൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട വന്നത് എന്ന്. സിമിത്തേരിയിൽ കത്തി നിന്നിരുന്ന ഒരു തിരി, ഒരു മെഴുകുതിരി അവൾ ഊതിക്കെടുത്തി. എന്നിട്ട് മെഴുക് കളിക്കാൻ എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കുറച്ചു കാലം അവൾക്ക് ശുദ്ധീകരണ അവസ്ഥയിൽ കഴിയേണ്ട വന്നു. എന്നിട്ട് മരിയസിമ്മയോട് പറഞ്ഞു, വെഞ്ചിരിച്ച 2 മെഴുകുതിരികൾ അവൾ എവിടെയാണോ എത്തിക്കേണ്ടിയിരുന്നത് അവിടെ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്
ഒരു ചെറിയ പാപത്തിൻ്റെ കറ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മെ അനുവദിക്കുകയില്ല. ചെറിയ ഒരു കറ മതി. കാരണം സ്വർഗം മുഴുവനും വിശുദ്ധിയാണ്. വെണ്മഞ്ഞേറിയ വസ്ത്രമാണ് അവിടെ ധരിക്കുക. അപ്പോൾ ഒരു ചെറിയ പാപത്തിൻ്റെ പരിഹാരം അവിടെ ബാക്കി നിന്നാൽ സ്വർഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയില്ല. അതുതന്നെയല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത്, അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുക്കാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ ശുദ്ധീകരാത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അവരുടെ ഏതാണ്ട് പരിഹാരമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി പരിഹാരമുള്ളൂ. ചിലപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം മതിയായിരിക്കും. അതല്ലെങ്കിൽ ഒരു ചെറിയ ത്യാഗം അവർക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അനുഭവത്തിൽ അവളുടെ പരിഹാരമൊക്കെ തീർന്നു. എങ്കിലും അവൾ ഈശോയെ കാണുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ഇങ്ങനെയുള്ള ധാരാളം കോടാനുകോടി ആത്മാക്കളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ന് ശക്തമായി പ്രാർത്ഥിച്ചാൽ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പിതാവായ ദൈവമേ ഇവരോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് ജർത്രൂദിൻ്റെ പ്രാർത്ഥനയും മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും ചൊല്ലി ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രിയകളും ഇവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ആത്മാക്കൾ ഇന്ന് നല്ല സ്ഥലത്ത്, ശുദ്ധീകരണ സ്ഥലത്തിലെ തന്നെ ഒരു തട്ടിൽ അവിടെ ഇരുന്നാൽ ദൈവത്തെ കാണാം. പക്ഷേ അത് സ്വർഗമല്ല എന്നാണ് പറയുന്നത്. എങ്കിലും സമാധാനത്തിൻ്റെ ആ സ്ഥലത്തേക്ക് അനേകം ആത്മാക്കൾ ഇന്ന് രക്ഷപ്പെട്ടു പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസ് ദിനം കരുണയുടെ ദിനമാണല്ലോ. പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് സ്വന്തം പുത്രനെ പാപം ചെയ്ത മനുഷ്യന് വേണ്ടി അവർക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള വഴി തുറക്കാൻ വേണ്ടി നമുക്കായിട്ട് വിട്ടു തന്നിരിക്കുന്നത്. പിതാവിൻ്റെ കരുണയിൽ ധാരാളം ശുദ്ധീകരാത്മാക്കളും രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഒരു ചെറിയ പാപം പോലും ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ഉണ്ണി മിശിഹ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറന്നുവോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉണ്ണി നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കാനായി നമുക്കിടവരട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദേവാലയങ്ങളിലും ക്രിസ്തുമസിൻ്റെ രാത്രിയിൽ വലിയ ഒരുക്കങ്ങളാണ് നടത്തുക. ഇതുപോലെ വലിയ പിരമിഡ് പോലെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ ഓരോ തരം ഗുഹയിലേക്ക് കടന്ന് അവിടെ രക്ഷകൻ്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പല ടേബ്ലോസ് ഒക്കെ നമുക്ക് കാണാം. ഇതെല്ലാം കാണാൻ ധാരാളം മനുഷ്യർ, ധാരാളം ഭക്തജനങ്ങൾ ഓരോ ദേവാലയങ്ങളിലും വരും. പ്രിയ സഹോദരങ്ങളെ, ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ഓരോ നക്ഷത്രം കാണുമ്പോഴും ഓരോ ലൈറ്റുകൾ കാണുമ്പോഴും നമുക്ക് ചിന്തിക്കാം, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ, ഞാൻ ജീവിക്കുന്ന ഇടത്തിൽ ഞാനൊരു നക്ഷത്രമായിട്ട് മാറിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ വേദനയിൽ ആശ്വാസമായി തീർന്നിട്ടുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് ഓടി വരാറുണ്ടോ? ഇവിടെ ചെന്നാൽ ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തുമസ് അർത്ഥവത്തായി. ഓരോ കാഴ്ചകളും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരേയൊരു ലക്ഷ്യമുണ്ട്. ഈ കാഴ്ചകളെല്ലാം എൻ്റെ ഹൃദയത്തിൽ പരിവർത്തനം നടത്താൻ ഉപകരിക്കുന്നുണ്ടോ എന്ന്. മഞ്ഞു മൂടിയ ഈ ഗുഹയിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ചിന്തിക്കാം, ഈ തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതായി തീർന്നിട്ടുണ്ടോ എൻ്റെ ഹൃദയം? രക്ഷകന് എൻ്റെ ഹൃദയത്തിൽ വന്നു പിറക്കാൻ ഞാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടോ? പൂമ്പാറ്റ പോലും രക്ഷകനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അത്രയ്ക്കും ശരി തന്നെയാണ്.
ഭൂമിയിലെ സകല സൃഷ്ടജാലങ്ങളും രക്ഷകൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഭൂമിയിലുള്ള മനുഷ്യരും പാതാളത്തിൽ പോയ ആത്മാക്കളും അവർ എപ്പോഴും മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് ഈ രക്ഷകൻ വരും, എന്ന് ഞങ്ങളെ ഈ പാതാളത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോഴാണ് 14 വയസ്സുള്ള കന്യകയുടെ പക്കൽ ഗബ്രിയേൽ ദേവദൂതൻ മംഗളവാർത്തയുമായി വന്ന് ഉണ്ണിയെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അത് കഴിഞ്ഞും 33 വർഷം ഈ പാതാളത്തിലുള്ളവർ കാത്തിരുന്നു. അപ്പോഴാണ് ഗാഗുൽത്ത മലമുകളിൽ ഈ രക്ഷകൻ ബലിയായി തീർന്നത്. ആ നിമിഷം അവർക്ക് മോചനം ലഭിച്ചു. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനത്തിൽ പറയുന്നു, മരണം നടന്ന ഉടൻ ഈശോ എന്ന രക്ഷകൻ പോയത് പാതാളത്തിലേക്കാണെന്ന്. അത് നരകമല്ല കേട്ടോ, സ്വർഗവുമല്ല. രക്ഷകൻ്റെ വരവ് കാത്ത് പരിഹാരം ചെയ്ത് അവിടെ ഇരിക്കുന്ന മക്കൾ, ആത്മാക്കൾ, അവരാണ് കാത്തിരുന്നത്. ഈ രക്ഷകൻ എന്ന് വരും ഞങ്ങളെ മോചിപ്പിക്കാൻ. ഭൂമിയിലുള്ളവരും കാത്തിരുന്നു, ഈ രക്ഷകൻ എന്ന് വരും. നമുക്ക് രക്ഷയുടെ സദ്വാർത്തയുമായി അവതരിച്ച ഉണ്ണി മിശിഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ തന്ന രക്ഷ, നീ തന്ന ഈ രക്ഷയുടെ അവസ്ഥ ഞങ്ങളുടെ പാപം മൂലം തട്ടിമാറ്റാൻ ഇടവരുത്തല്ലേ. ഞങ്ങൾക്കിടവരുത്താതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷ ഞങ്ങളുടെ മുമ്പിലേക്ക് നീട്ടിത്തന്നിട്ടും പാപം ചെയ്ത് അതിലേക്ക് പ്രവേശിക്കാതിരിക്കുന്ന ഞങ്ങൾ എത്രയോ ഹതഭാഗ്യരാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഓരോ ക്രിസ്മസ് ക്രിബുകൾ കാണാൻ നമ്മൾ പോകുമ്പോഴും ഉണ്ണീശോയെ ഇതുപോലെ പ്രകാശമുള്ളതാക്കി ഞങ്ങളുടെ ഹൃദയം മാറ്റണമേ. ഇതുപോലെ പച്ചപ്പുള്ളതാക്കി ഞങ്ങളുടെ ഹൃദയം മാറ്റണമേ. പരസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങനെയുള്ള സുഹൃതങ്ങളിൽ ഞങ്ങളുടെ ഉണ്ണീശോ വന്ന് പിറക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയം ഉണ്ണീശോയ്ക്ക് പിറക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറക്കണ്ട, ധാരാളം ആത്മാക്കൾ ഇന്ന് കയറിപ്പോകാൻ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ഉപകരിക്കട്ടെ. മറക്കാതെ പ്രാർത്ഥിക്കാം. നിരന്തരം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. 2024 ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ആമേൻ.